പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് 1K സബ്സ്ക്രൈബർ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ വീഡിയോ വൈറലാക്കാം. ഈ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. കണ്ടുകൊണ്ട് വീഡിയോസ് കണ്ടുകൊണ്ട് കമന്റ് ഇടാൻ വരരുത്. ദയവ് ചെയ്തിട്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ക്ഷമയുള്ളവർ മാത്രം കാണുക. അപ്പൊ എന്താണ് ഈ സംഭവം എന്നുള്ളത് നോക്കാം. യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ പലരും ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ 1.5 ലക്ഷം ആളുകളൊക്കെ കണ്ട വീഡിയോസ് ആണ് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് എടുത്തിട്ട് അതിന്റെ ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്തതിന് ശേഷം ഈ ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ഓപ്ഷൻ വരും. അവിടെ ഫ്രീ ആയിട്ട് ഇതിടുന്ന സൈറ്റുകളുണ്ട്. നമുക്ക് നമ്മുടെ 90-100 പരം വരുന്ന സൈറ്റുകളിലേക്ക് ഈ ലിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഈ ഒരു സംഭവം കൊണ്ടുള്ള ഉപകാരം. ഈ സൈറ്റിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണും. ഒരുപാട് ആളുകൾ നമുക്ക് ഒരുപാട് പിന്നെ 1K എന്നൊക്കെ ഞാൻ വെറുതെ തട്ടിയതാണ്. അതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വരും. ഒരുപാട് കമന്റുകൾ വരും. നമ്മുടെ വീഡിയോസ് അങ്ങോട്ട് വൈറലാകും. ഇതാണ് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് പേരുകൾ ഒരുപക്ഷെ ഈ സംഭവം ചെയ്യുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചാണ് ഇന്ന് എന്റെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. യൂട്യൂബ് ബാക്ക് ലൈൻ ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും യൂട്യൂബിന്റെ ഒരു ടൂൾസ് അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. 2, ഇത് യൂട്യൂബിന്റെ ഒരു തേർഡ് പാർട്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഇടുന്ന ഇത്തരത്തിൽ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഈ കാര്യം പറയാൻ കാരണം എന്താ പറയുക, എന്റെ ഞാനൊരു യൂട്യൂബ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. 100-200 ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ നമുക്ക് വീഡിയോസ് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പല ചർച്ചകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ 1-2 ആളുകൾ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കാര്യം. നിങ്ങൾക്ക് ലിങ്ക് അവിടെ ഇടാം. ലേഡീസ് ആണ് കേട്ടോ, ലേഡീസിന്റെ ഗ്രൂപ്പാണ്. ഇപ്പൊ പറയും ജെൻസിന്റെ ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തിരക്ക് കാരണമാണ്. അപ്പൊ ലേഡീസ് ചർച്ച ചെയ്യണം. നമുക്ക് ഇതേപോലെ മറ്റു ചാനലിൽ നിന്ന് എവിടെയോ സ്വാഭാവികമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റു ചാനലിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ലിങ്ക് ജനറേറ്റർ കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് കറക്റ്റ് ആയിട്ട് കാണുന്നതും എന്നായൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് സംസാരിച്ച് കളയാം എന്ന് ഞാൻ കരുതി. വ്യക്തമായി കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത്. അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെ, നിങ്ങളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ ഒരു 100 സൈറ്റ് 90 സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് പടച്ചു വിടുന്ന ഈ ഒരു സംഭവം, ഇത് എത്രമാത്രം അപകടം ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയില്ല. കാരണം സൈറ്റുകളൊക്കെ എന്നൊക്കെ പറയുന്നത് വെറുതെ നാവ് കൊണ്ട് പറയാൻ പറ്റും. പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ പോലെ ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ എന്താ പറയാ യൂട്യൂബ്, ഇതൊക്കെ കണ്ട് ശീലമുള്ള മാത്രം ആളുകളായിരിക്കും നിങ്ങളൊക്കെ. ഈ സൈറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളറിയാത്ത മറ്റൊരു ലോകമാണത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ അറിയുന്നവരും ഉണ്ടായിരിക്കാം, എല്ലാവരും പറയുന്നില്ല. പല പോൺ സൈറ്റുകൾ വരെയുണ്ട്. പോൺ മീൻസ് സെക്സ് സൈറ്റുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്, സെക്സ് വീഡിയോ സൈറ്റുകൾ. ഇത്തരം സൈറ്റുകളിലേക്ക് ഈ വീഡിയോ പോവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അതിന്റെ ഒരു എഴുതിയിടുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടോളൂ. യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഒരിക്കലും ഇതൊരു യൂട്യൂബിന്റെ സംഭവമല്ല, ഒരിക്കലും നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് യൂട്യൂബ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന വാച്ചിങ് അവർ സ്പാം ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ട്രാഫിക് ഒരിക്കലും നേരായ രീതിയിലുള്ള ട്രാഫിക് അല്ല. അത്തരം കൃത്രിമ ട്രാഫിക്കുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മറക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ചാനൽ പോയാൽ ഒന്നുമില്ല. അതുപോലെ 100 ചാനലുകൾ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ പോയ മാനം ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതാണ്. പോൺ സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമിലെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളത്. അറിയാത്തവർ, വീടിനുള്ളിൽ പുറലോകം എന്തെന്ന് അറിയാത്ത കുറച്ച് ഉമ്മപെങ്ങന്മാരോടാണ് ഈ പറയുന്നത്, പോൺ സൈറ്റുകളെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു വീഡിയോസ് അങ്ങോട്ട് എത്തിയാൽ, ഇപ്പോഴത്തെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ മോർഫിൻ ചെയ്യുക, തല വെട്ടിമാറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ അതൊന്നും ഏതൊരു മൊബൈലുള്ള ഒരു സാധാരണക്കാരനും AI ഉപയോഗിച്ച് ഇത്തരം ടൂൾസുകളും ഇത്തരം കാര്യങ്ങൾ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഭീകരത എന്താണ് എന്നുള്ളത്. ഇത്തരം വേണ്ടാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന ചാനലുകൾ ഒന്നുകിൽ അവർ ഇത്തരം കണ്ടന്റുകൾ ഇത് റിമൂവ് ചെയ്യുക അവരുടെ ഇതിൽ നിന്നും എന്നുള്ളത്. പൊട്ടത്തരങ്ങൾ വിളിച്ചു വരുന്ന ചാനലുകൾ
സ്വാഭാവികമായിട്ടും ആര് തന്നെയായാലും നിങ്ങൾ അത് കാണും, ഈ കണ്ടന്റ് കാണും എന്നറിയാം. ദയവ് ചെയ്ത് ഇത് റിമൂവ് ചെയ്യൂ നിങ്ങൾ ആ ഒരു കണ്ടന്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു തെറ്റായ ഉപദേശം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പോലീസ് കേസ് വരെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പാവപ്പെട്ട നിങ്ങൾക്ക് ഇതൊക്കെ ഗ്രൂപ്പുകളിൽ പറഞ്ഞോളൂ. 250 സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന കാര്യമായിരിക്കും ഒരു പക്ഷേ. നേരെ മറിച്ച് ഇത് പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ 90 സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു 90 വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത ഒരുപാട് വെബ്സൈറ്റുകൾ, അതിന്റെ സ്വീകാര്യത എങ്ങനെയാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. പോൺ സൈറ്റുകളിൽ വരെ നിങ്ങളെ വീഡിയോസ് കറങ്ങി നടക്കാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കേട്ടാൽ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് കാണുന്ന അവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പല സൈറ്റുകളിലും ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല. ഞാനത് പരീക്ഷിച്ച് നോക്കിയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ വ്യക്തതയോടെ ആണ് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത പല സ്ഥലത്തും സബ് ബട്ടൺ ഇല്ല, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഇല്ല എന്നുള്ളതാണ്. കമന്റ് ചെയ്യാൻ ചിലപ്പോൾ ഓപ്ഷൻ ഇല്ലാതാകുന്നു ഇത്തരം വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ വീഡിയോസ് ലിങ്ക് കൊണ്ടുപോയിടുമ്പോൾ എന്നുള്ളത്. പിന്നെ ഇതിൽ നിന്നും കിട്ടുന്ന വാച്ചിങ് അവർ, ഇത് യൂട്യൂബ് തന്നെ പറയുന്നു ഞങ്ങൾ ഇത് സ്പാം ആക്കിയിടും, ഗൂഗിൾ തന്നെ പറയുന്നു ഞങ്ങൾ ഇത് സ്പാം ആക്കിയിടും എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരം പരിപാടികൾക്ക് നിൽക്കുന്നതെന്നുള്ളതാണ് വളരെ അധികം. ഇതിപ്പോ ഇവിടുന്നൊക്കെ എവിടുന്നെങ്കിലൊക്കെ ചില ഹിന്ദിക്കാരുടെ ചാനലൊക്കെ കണ്ടിട്ട് ഓടി വന്ന് നിങ്ങളോട് പറയുന്നതാണ് മക്കളെ. ഒരു പക്ഷെ അവരവിടെ പറയുന്ന ഹിന്ദി എന്താണെന്ന് ഇവന്മാർക്ക് ഇവിടെ അറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജും കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമങ്ങളായിരിക്കാം ഒരു പക്ഷെ ഇതൊക്കെ. ഇത്തരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആര് തന്നെ ഇത്തരം ഈ യൂട്യൂബ് ഇതിൽ നിൽക്കുന്ന ആര് തന്നെ ഇത്തരം യൂട്യൂബ് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ് ഈ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ? പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇൻസ്റ്റയിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ, യൂട്യൂബിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ, വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ട്രാഫിക്കിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ ഒരിക്കലും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും നിങ്ങൾ നിങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യരുത്, സ്റ്റാറ്റസ് വരെ വെക്കരുതെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതാണ് നിങ്ങൾ ഇത്തരം അപകടം പിടിച്ച സൈറ്റുകളിലൊക്കെ കൊണ്ടുപോയിടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ഈ ഒരു ക്യാപ്ഷനും ഒക്കെ കണ്ടിട്ട് ഓടി വന്നവരുണ്ടാവും. എല്ലാവരും ഇതുവരേക്കും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണ ഉറപ്പുണ്ടാകും. കൃത്രിമമായ വാച്ചിങ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. കൃത്രിമമായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തവർക്കൊന്നും ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. കാരണം ഈ ഒരു സംഭവം ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുന്ന ക്യാഷ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർക്ക് നഷ്ടമാകും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബം തന്നെ നഷ്ടമാകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും എന്നുള്ളതാണ്. ഇത്തരം പോൺ സൈറ്റുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് മാറ്റിവെക്കപ്പെട്ടാൽ, ഈ പോൺ സൈറ്റുകളൊക്കെ നിങ്ങളൊരു കിച്ചൺ വീഡിയോസോ അല്ലെങ്കിൽ ഒരു അത്തരമുള്ള ചെറിയ ചെറിയ പാടവും പറമ്പും ഒക്കെ കാണിക്കുന്ന വീഡിയോസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഫേസ് കാണിച്ച് ചെയ്യുന്ന ആ ജെൻസിനെയും വല്ലാതെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഓക്കെ, അവരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ലേഡീസ് ഒക്കെ ഫേസ് കാണിച്ച് ചെയ്യുന്ന പല വീഡിയോസുകളൊക്കെ ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിങ്ങൾക്ക് വരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഈ പിച്ച സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ഇതിന്റെ മറ്റൊരു കോമഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, പല വെബ്സൈറ്റുകളിലും ഇങ്ങനെ ഒരു കാര്യം, ഇതിന്റെ ഒരു ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം, കണ്ടോളൂ. അപ്പൊ ഈ പല വെബ്സൈറ്റുകളും ഇതൊന്നും അനുവദീയമല്ല. ഈ ഒരു ലൈക്ക് ബട്ടണോ ഇതൊന്നും കാണാൻ പറ്റില്ല. കാരണം പൂർണ്ണതയില്ലാത്ത ചില വെബ്സൈറ്റുകൾ ഉണ്ടാവും. നമ്മുടെ മറ്റു ഡീറ്റെയിൽസുകളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഓരോന്നിനും ഓരോ സ്വഭാവമാണ്, ഒന്നും നമുക്ക് പ്രവചിക്കാനേ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, ഇത് കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾ പറയുക എന്നുള്ളതാണ്. പാവപ്പെട്ട പെങ്ങന്മാർക്ക് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ പോലും വിളമ്പാതിരിക്കുക എന്നുള്ളത്. ഞാൻ അവിടെ ഗ്രൂപ്പിലേക്ക് പറഞ്ഞോളൂ, 250 പേരല്ലേ ഉള്ളൂ എന്നുള്ളത്. നിങ്ങൾ എവിടെയും ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് പറയാനുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞു, ഇതിന്റെ ട്രാഫിക്, ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമ ട്രാഫിക് നിങ്ങളുടെ ചാനലിനെ ബാധിക്കും. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വ്യൂസ്, വാച്ചിങ് അവർ നിങ്ങൾക്ക് സ്പാം ആയി പോകും. ഇതിൽ നിന്നും കിട്ടുന്ന ലൈക്കുകൾ അല്ലെങ്കിൽ എന്താ പറയാ, സബുകൾ നിങ്ങൾക്ക്
ഉപയോഗപ്പെടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് പല സൈറ്റുകളിലും, എല്ലാ സൈറ്റുകളിലും പല സൈറ്റുകളിലും ലൈക്ക് ബട്ടൺ കാണില്ല, പിന്നെന്താ പറയാ, സബ്സ്ക്രൈബർ ബട്ടൺ കാണില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ഇടാൻ പോലും ഓപ്ഷൻ കാണില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വ്യക്തമായി ചെക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വെറുതെ വേണ്ടാത്ത പണിക്ക് ആരും പോകാതിരിക്കുക. എസ്പെഷ്യലി ഈ ഫാമിലി ആയാലും ഈ പാവപ്പെട്ടവരായാലും യൂട്യൂബ് ഉള്ള കുറച്ച് ആളുകൾ, നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നവരുടെ ചാനൽ തന്നെ ബഹിഷ്കരിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആകും. കാരണം ഞാൻ ഇത് എഴുതിയ ചാനൽ, ഇത് പറഞ്ഞ ചാനലുകളൊക്കെ എടുത്തു നോക്കിയപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ കാണുന്നുണ്ട്, ഞങ്ങൾ വാച്ചിങ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നു, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർഗാനിക് ആയിട്ടുള്ള സബ് ഞങ്ങൾ കൊടുക്കുന്നു, ഓർഗാനിക് ആയിട്ടുള്ള വാച്ചിങ് അവർ ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത്. അതായത് വേദനയില്ലാതെ കാത് കുത്തി കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വേദനയില്ലാതെ മരിപ്പിക്കുന്നു എന്നും കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ ഇത് സെയിം പാറ്റേൺ തന്നെയാണ് ഈ വരുന്നതും. അപ്പോ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ ജീവിതം കട്ടപ്പുറത്ത് കയറാതിരിക്കാൻ പ്രിയപ്പെട്ടവരെല്ലാവരും നോക്കുക, ലേഡീസ് ആൻഡ് ജെന്റ്സ് എന്നുള്ളത്. അപ്പൊ എനിക്കറിയുന്ന ഒരു ചെറിയ കാര്യം, അതിന്റെ വ്യക്തതയോട് കൂടിയിട്ട് എന്റെ ഒരുവിധം റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപദ്രവമാവുന്ന ഇത്തരം വീഡിയോസുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും സന്ധിക്കാം. അതുവരേക്കും ബൈ.